നമ്മൾ ബോർഡുകൾ വെച്ച് ഫർണിഷ് ചെയ്യുമ്പോൾ ഒരു വുഡ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് ഫിനിഷ് ഒക്കെ കിട്ടാൻ വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഈ ലാമിനേറ്റ്സ്. പല വലിയ വലിയ ബ്രാൻഡുകൾക്കും ഉണ്ട് ഈ ലാമിനേറ്റ്സുകൾ. പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് പുതിയ ഷെയ്ഡുകൾ ഒരു ബ്രാൻഡിന്റെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. സോ നമ്മൾ പറഞ്ഞു വന്നത് ഡോർബി എന്ന് പറഞ്ഞ ലാമിനേറ്റ്സിനെ പറ്റിയാണ്. സോ രണ്ട് ഇതായിട്ടാണ് അവരുടെ കാറ്റലോഗ്സ് വരുന്നത്. ഒരെണ്ണം 8mm ഒരെണ്ണം 1mm കാറ്റലോഗ്സ് ആണ് വരുന്നത്. പൊതുവെ കാറ്റലോഗുകൾ എല്ലാം ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അങ്ങനത്തെ ലാമിനേറ്റ്സ് ആണ് ഉണ്ടാവാറുള്ളത്. ഡോർബിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ പരിപാടികൾ ഉണ്ട് അല്ലേ? ടെക്സ്റ്റേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. ഇതിൽ ഫാബ്രിക് ടൈപ്പുകൾ വരുന്നുണ്ട്, ഒരു മാർബിൾ ഷെയ്ഡിന്റെ പരിപാടി. ഇതൊക്കെ മാർബിൾ ഫിനിഷുകളാണ്. ഇത് കോമൺ ആയിട്ടുള്ള വരുന്നത്. പക്ഷെ ഇതിനൊരു ടച്ച് ആൻഡ് ഫീൽ ഉണ്ട്, ടെക്സ്ചർ ഉണ്ടാവും. ഇവർക്ക് കൂടുതലും ടെക്സ്ചർ ഫിനിഷുകളാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇവർക്ക് 1.25 തിക്നെസ്സിലും മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മൾ 2 ഡോർ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്പിലുള്ള പാറ്റേൺസ് ഉണ്ട്, കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ലെതർ ഫിനിഷ് ആണ് വരുന്നത്, ഇത് ഗ്ലോസി ഫിനിഷുകൾ, പിന്നെ സാധാരണ ടെക്സ്ചർ ഫിനിഷുകൾ. പിന്നെ ഇവർക്കൊരു ഹൈലൈറ്റ് ആയിട്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നത് സ്കൈയുടെ പോലെ ഒരു ഷെയ്ഡുകൾ വരുന്ന ടൈപ്പ്. പോയിന്റ് 8 ലൂവോ ടൈപ്പുകൾ, ഇതൊക്കെ ലൂവേഴ്സിന്റെ വരുന്ന ടൈപ്പുകളാണ്. ഗ്ലോസി ടൈപ്പാണ് വരുന്നത്, പ്ലെയിൻ ഗ്ലോസികൾ. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അല്ല, മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ അവര് ഒന്നുകൂടി മാർക്കറ്റിൽ ഒന്നുകൂടി സജീവമായിട്ട് വന്നേക്കാണ്. ഇതുപോലത്തെ ലാമിനേറ്റ്സ് നമുക്ക് ഇവിടെ കാട്ടുകാരൻ പ്ലൈവുഡ്സിൽ അവൈലബിൾ ആണ്. ഈ കമ്പനി മാത്രമല്ല, നമുക്ക് വേറെയും കുറെ ബ്രാൻഡുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ ലാമിനേറ്റ്സിന് വേണ്ടിയിട്ട് കാട്ടുകാരൻ പ്ലൈവുഡ്സിലേക്ക് വരാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക.